കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ശങ്കരിപ്പെണ്ണിനെ കെട്ടി ഒതുക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇവൾ പൊതുവെ അങ്ങനെ വെറുതെ കുരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് വിശക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വിളിക്കുമ്പോൾ ഒരു വേറൊരു കുര ഉണ്ടല്ലോ, ആ കുരയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കണ്ടാലോ കുരയ്ക്കുന്ന ഒരു കുര ആദ്യമായിട്ടാണ് ഇന്നാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നിന് വേണ്ടിയിട്ടല്ലായിരുന്നു. അവളിങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ ഓപ്പോസിറ്റുള്ള ജനൽമേ നമ്മൾ കാണുന്ന ടി വിയുടെ റിഫ്ലക്ഷൻ കണ്ടിട്ടുള്ള ഒരു ബഹളമായിരുന്നു കേട്ടോ. ഞാനത് കണ്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അവളത് കടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇത് കടിക്കാൻ കിട്ടുന്നില്ലല്ലോ, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളൊരു ഭാവത്തിലൊക്കെ ആളെന്നെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ സഹായിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അവളെങ്ങാനും ഇതിന് ഞാൻ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പക്ഷെ അവളെ ദൗത്യം ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ശ്രമത്തിനൊടുവിൽ അവളുടെ ഇരുത്തത്തിൻ്റെ പൊസിഷൻ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പൊസിഷനിലാണ് അവൾ വേറൊരു കാര്യം മനസ്സിലാക്കിയത്. അവൾ നേരത്തെ കണ്ട റിഫ്ലക്ഷൻ ഇപ്പുറത്ത് കാണുന്ന ടി വിയുടേതാണെന്ന് കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞൂസൊക്കെ ടി വി ഒക്കെ കണ്ടിരിക്കാറുണ്ട്. ഇതിന് മുന്നേ ഞാൻ അതിൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മൾ ശങ്കരി അങ്ങോട്ട് ഇരുന്ന് കാണുന്നില്ലെങ്കിൽ പോലും ഇന്ന് ജസ്റ്റ് ടി വി കണ്ടപ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന റിഫ്ലക്ഷൻ ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയെടുത്ത് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അവൾ ഭയങ്കര കൂളായി. വീണ്ടും അവളത് കടിച്ചു പൊട്ടിക്കാനുള്ള പരിപാടിയായി. നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ സഹായമൊക്കെ ചോദിച്ചപ്പോൾ എനിക്കും പാവം തോന്നിയിട്ട് ഞാനത് അങ്ങോട്ട് തുറന്നു വിട്ടു കേട്ടോ. തുറന്നു വിട്ട പാടെ തന്നെ എൻ്റെ അടുത്ത് വന്ന് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും നീ എന്നെ കെട്ടിയിടലടാ എന്നുള്ളൊരു ഭാവത്തിൽ കയറിൻ്റെ അടുത്ത് പോയിട്ട് കയറിനോടായി മല്ലയുധം കേട്ടോ. ഇനി ഞാൻ ആ കയർ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളത്തേക്ക് അവളെ കെട്ടിടാൻ ഈ ഒരു കയറുണ്ടാവില്ല എന്ന് ഉറപ്പായപ്പോൾ വേഗം അതങ്ങോട്ട് മോളിക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടോ. ശേഷം നേരെ അടുക്കളയ്ക്ക് ആ മുപ്പത്തേര് പോയിട്ടുണ്ടായിരുന്നേ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. നിനക്കുള്ളത് മിന്നെ തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും എൻ്റെ കയ്യിലുള്ള പേരയ്ക്ക കണ്ടതോടുകൂടി അവിടെ ക്ഷമ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവസാനം പാവം തോന്നിട്ട് ഞാനൊരു കഷ്ണം കൊടുത്തു കേട്ടോ. കൊടുക്കാത്തത് വേറൊന്നുമല്ല, അവൾക്കത് കഴിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അവൾ ആ പേരയ്ക്ക് വെച്ച് കാണിക്കുന്ന കളി കണ്ടോ, അപ്പോൾ സത്യം പറയാലോ ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പെണ്ണിന് കഴിക്കണമെന്നുണ്ട്, കഴിക്കാനിട്ട് പല്ല് അനുവദിക്കുന്നുമില്ല. അതേ പല്ലുണ്ടെങ്കിൽ പോലും മര്യാദയ്ക്ക് കടിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സ്ട്രോങ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇതിനിടയിൽ ഒരു പല്ലും കൂടി പോയപ്പോഴൊരവസ്ഥ വല്ലാതെ ശോചനീയമായിരുന്നു കേട്ടോ. പാവം ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇത് തിന്നാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവൾക്കൊരു രസമായി കേട്ടോ. പല്ല് വായിൽ കടിക്കും വായിന്ന് പോകും, വായിൽ കടിക്കും വായിന്ന് പുറത്ത് പോകും. അത് രസമായിട്ട് കളിച്ചിരിക്കുന്നുണ്ട്. എന്നാലും ഇത് കഴിക്കാൻ എന്നെ സഹായിക്കുമോ എന്നുള്ള രീതിയിൽ നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഈ ഒരു പേരയ്ക്കോട് കാണിക്കുന്ന കളി കാണാനും പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. വേറെന്തോ ജീവനുള്ളൊരു വസ്തു അവൾക്ക് നേരെ വരുന്ന രീതിയിലായിരുന്നു അവളുടെ പ്രതികരണം. അവളുടെ വായെന്ന് പോവാമെന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി എൻ്റെ കുട്ടിക്കില്ല ഗൈസ്. എന്തായാലും പാവം എൻ്റെ കുട്ടിക്ക് ഇനി പല്ല് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് അവൾക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റട്ടെ. അപ്പോഴും ഇവൾ വീണ്ടും ആ ശ്രമം ഒന്നും അവസാനിപ്പിക്കുന്നില്ല കേട്ടോ. എത്രയോ സമയം ഒരു ചെറിയൊരു കഷ്ണം പേരയ്ക്കയും കൊണ്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നു. അവസാനം ടി വി കണ്ടിട്ടായിരുന്നു പിന്നെ അവളുടെ കടി കേട്ടോ. ടി വി കാര്യമായിട്ട് കാണുന്നൊന്നുമില്ല, ശ്രദ്ധ മുഴുവൻ ഈ പേരയ്ക്കയെ ഞാൻ ഇപ്പോൾ ശരിയാക്കുന്നുള്ള രീതിയിൽ തന്നെ